നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് ഇനി 14 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ടി.വി. പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. 14 ദിവസമേ ഉള്ളൂ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വോട്ടർമാർ. അതിന്റെ പ്രചാരണമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മത്സരചിത്രത്തിന്റെ ആ ഒരു വ്യക്തത വരികയാണല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി. റീജിത്ത് പറഞ്ഞതുപോലെ ഇന്നത്തോടുകൂടി ചിത്രം തെളിയും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളം അപരന്മാരുമായി ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം ആളുകളെ പിൻവലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുക ഇന്നാണ് ആ അവസാന ദിവസം. ഇന്നുകൂടി സമയമുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് അപരന്മാരെല്ലാം സ്ഥാനാർത്ഥികളായി മാറുന്ന ഒരു ചിത്രമാണ് ഉണ്ടാവുക. പല അപരന്മാരും പല വമ്പന്മാരെയും വീഴ്ത്തിയ ചരിത്രം കേരളത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് നിസ്സാര വോട്ടുകൾക്ക് വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഏറെ നിർണായകമാണ് ഓരോ അപരനും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസവും ഏറെ നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും പൂർണ്ണമായി സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ബാക്കിയുള്ളത്. ഈ കനത്ത വെയിലിനെ കുസാതെ രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി ഓട്ടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ആ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. കാരണം 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. LDF-നും UDF-നും വിജയിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. BJP-ക്കാണെങ്കിൽ ആ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ 0-ൽ നിന്നൊരു 5-ലെങ്കിലും എത്തിയില്ലെങ്കിൽ സ്ഥിതി പരിതാപകരമാവും. അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും നിർണായകമായ തെരഞ്ഞെടുപ്പ്, അതിന്റെ എല്ലാ ചൂരിലേക്കും ഇപ്പോൾ തന്നെ നാടെത്തിക്കഴിഞ്ഞു. ശ്രീജിത്ത്, ശ്രുതി. ശരി, ടി.വി. പ്രസാദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. 985 പത്രികകളാണ് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എത്ര പത്രിക പിൻവലിക്കപ്പെടും എന്നുള്ളതൊക്കെ ശ്രദ്ധേയമായി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള നീക്കവും സജീവമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.